തീവ്രവാദത്തിനെതിരെ സുപ്രധാന നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹൂത്തികളെ ഭീകര സംഘടനയായി പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് ട്രംപ്. ബൈഡൻ ഭരണകൂടം വിദേശ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്നും ഹൂത്തികളെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. അൻസാർ അള്ളാ എന്നറിയപ്പെടുന്ന യമൻ ഹൂത്തി ഗ്രൂപ്പിനെയാണ് വൈറ്റ് ഹൗസ് ഭീകര സംഘടനയായി പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഏറെ നിർണായകമായ ഈ ഉത്തരവ് പുറത്തിറക്കിയത്. 2021 ജനുവരിയിൽ ആദ്യ തവണ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ ഹൂത്തികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ട്രംപിന് ശേഷം അധികാരത്തിലേറിയ ജോ ബൈഡൻ ഭരണകൂടം ഹൂത്തികൾക്കെതിരായ ആ പദവി എടുത്തുകളഞ്ഞിരുന്നു. ഈ തീരുമാനമാണ് ട്രംപ് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ബൈഡൻ ഭരണകാലത്തെ ദുർബലമായ നയങ്ങളുടെ ഫലമായി ഹൂത്തികൾ നിരവധി ആക്രമണങ്ങളാണ് US നേവിയുടെ യുദ്ധക്കപ്പലുകൾക്കെതിരെയും അമേരിക്കൻ ഇസ്രായേൽ വാണിജ്യ കപ്പലുകൾക്കെതിരെയും ഈ കാലയളവിൽ നടത്തിപ്പോന്നത്. ഇസ്രായേലിനെതിരെ നിരവധി ഡ്രോൺ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളാണ് ഹൂത്തികൾ കഴിഞ്ഞ 15 മാസക്കാലമായി നടത്തിവന്നത്. ട്രംപിന്റെ ഈ നയം മധ്യപൂർവേഷ്യയിൽ ഹൂത്തികൾ നടത്തിവരുന്ന ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും തീവ്രവാദത്തിനുള്ള വിഭവങ്ങൾ നഷ്ടപ്പെടുത്താനും US കൊണ്ടുവരുന്ന ഉപരോധം മൂലം സാധിക്കും. ഈ ഉത്തരവോടെ ഹൂത്തികൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര സഹായങ്ങൾ നിലയ്ക്കും. ഹൂത്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയോ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഓർഗനൈസേഷൻസുമായിട്ടുള്ള ബന്ധം US വിച്ഛേദിക്കും. അമേരിക്കയുടെ നയം ഇതായിരിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. ഹൂത്തി ശക്തി മേഖലയിലെ USന്റെ പങ്കാളികൾ, ചെങ്കടലിലെ ഷിപ്പിംഗ് കമ്പനികൾ, കൂടാതെ യമനിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പങ്കാളികളോടും സർക്കാരിതര സംഘടനകളോടും കരാറുകാരോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എമർജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയും വിഷയം സംയുക്തമായി അവലോകനം ചെയ്തു. ട്രംപ് ഭരണകൂടം തീവ്രവാദത്തിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിയാണ് ഇപ്പോൾ ഹൂത്തികൾക്കെതിരെ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.